about the economic environment in India. That is, in the last class we have discussed about the business environment, its importance, features and dimensions of business environment, isn't it? And economic environment is one among the dimension of a business environment. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക പരിതസ്ഥിതി അല്ലെങ്കിൽ എക്കണോമിക് എൻവയോൺമെന്റ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി 1991 ആൻഡ് ദ മേജർ പ്രോഗ്രാംസ് ഇൻ ദ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി 1991. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ആദ്യം എക്കണോമിക് എൻവയോൺമെന്റ് ഇൻ ഇന്ത്യ എന്താണ് എന്നുള്ളത് എഴുതണം. നമുക്കറിയാം ഇന്ത്യയിലെ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ മെനി ഫാക്ടേഴ്സ്. പല ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യയിലെ എക്കണോമിക് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അതായത് എക്കണോമിക് ഇൻഡിസസ്, അതായത് സാമ്പത്തിക സൂചകങ്ങൾ എന്ന് പറയുന്ന നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം, GDP അങ്ങനെയുള്ളത്. അതുപോലെ എക്കണോമിക് പ്ലാനിങ്, 5-year പ്ലാൻ, ആനുവൽ ബജറ്റ് പോലെയുള്ള എക്കണോമിക് പ്ലാനിങ്ങിൻ്റെ ബേസിസിൽ അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ്, ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് പറയാം, കമ്മ്യൂണിക്കേഷണൽ ഫെസിലിറ്റീസ് പറയാം. അതുപോലെ നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മിക്സഡ് എക്കോണമിയാണ്. അവിടെ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, പ്രൈവറ്റ് സെക്ടർ എൻ്റർപ്രൈസസിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വരുന്ന ചേഞ്ചസ്, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യയിലെ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അതിനെ എഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലക്ക് പറയാണ് 1991 വരെ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ ഡെവലപ്പിംഗ് വൺ. ദാറ്റ് ഈസ് ടിൽ 1991 ഇന്ത്യ വാസ് ഇൻ എ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ്. ഡെവലപ്മെന്റിന്റെ ആ ഒരു സ്റ്റേജ് ആയിരുന്നു. അഗ്രികൾച്ചർ വാസ് ദ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ആൻഡ് അറൌണ്ട് 70% ഓഫ് ദി പോപ്പുലേഷൻ were based on agriculture and 85% were living in villages. അതായത് ആ ഒരു സമയത്ത് ജനങ്ങൾ എന്ന് പറയുമ്പോൾ മെയിൻലി അഗ്രികൾച്ചറിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. അതുപോലെ മെജോറിറ്റി പീപ്പിളും വില്ലേജസിലായിരുന്നു അതായത് ജീവിച്ചിരുന്നതും. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആയിരുന്നു. ഇനി ഈ അഗ്രികൾച്ചർ ചെയ്യുന്നത് തന്നെ they were using irrational and low productive methods, അതായത് വളരെ യുക്തിരഹിതമായ നോർമലി ബേസിക് ടൂൾസ് വെച്ചിട്ടായിരുന്നു എന്ത് ചെയ്തിരുന്നത്, അവർ അഗ്രികൾച്ചർ നടത്തിയിരുന്നത്. അതുപോലെ ആ ഒരു സമയത്ത് ഹെൽത്ത് സിസ്റ്റം എന്ന് പറയുന്നതും ഇറ്റ് വാസ് വെരി പുവർ ആൻഡ് ഒരുപാട് കമ്മ്യൂണിക്കേബിൾ ഡിസീസസ് ഒക്കെ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് വന്നപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ എന്ത് ചെയ്തു, ന്യൂ എക്കണോമിക് റിഫോംസ് കൊണ്ടുവന്നു. India introduced many economic reforms in order to overcome all these economic problems. അതിൻ്റെ ഭാഗമായി വന്ന ഒരു ന്യൂ എക്കണോമിക് റിഫോം അല്ലെങ്കിൽ സാമ്പത്തിക പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നതിൽ ഒരു മേജർ റിഫോം ആയിരുന്നു ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി 1991. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ എഴുതണം. അപ്പോൾ നമുക്ക് നോക്കാം. ടിൽ 1991 ഇന്ത്യ ഫോളോഡ് ആൻ എക്കണോമിക് പോളിസി വിത്ത് സോഷ്യലിസ്റ്റ് ബയാസ്. 1991 വരെ ഇന്ത്യ എന്ത് ചെയ്തിരുന്നു, ഒരു സോഷ്യലിസ്റ്റ് ബേസിസിലായിരുന്നു എക്കണോമിക് പോളിസി, സാമ്പത്തിക നയങ്ങൾ നടത്തിയിരുന്നത്. ദിസ് പോളിസി വാസ് ബേസ്ഡ് ഓൺ ദ പ്രൈമസി ഓഫ് പബ്ലിക് സെക്ടർ ആൻഡ് കൺട്രോൾ ആൻഡ് റെഗുലേഷൻസ് ഓഫ് പ്രൈവറ്റ് സെക്ടർ. അപ്പോൾ ഈ ഒരു സോഷ്യലിസ്റ്റ് ബയസ് എന്ന് പറയുമ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് പബ്ലിക് സെക്ടറിനും ലെസ് ഇമ്പോർട്ടൻസ് പ്രൈവറ്റ് സെക്ടറിനും കൊടുത്തുകൊണ്ടായിരുന്നു അന്ന് ഇന്ത്യ എന്ത് ചെയ്തിരുന്നത്, എക്കണോമിക് പോളിസീസ് കണ്ടക്ട് ചെയ്തിരുന്നത്. From 1991 onwards, the government started implementing sweeping economic reforms. As a part of economic reforms, the government of India announced a new industrial policy 1991. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് 1991 ഇൻഡസ്ട്രിയൽ പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇനി ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ് ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി 1991. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്ന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫീച്ചേഴ്സ് ഓഫ് ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി 1991 എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ആണ് റെഡ്യൂസ് ദ നമ്പർ ഓഫ് ഇൻഡസ്ട്രീസ് ടു 6 വിച്ച് റിക്വയർ കമ്പൽസറി ലൈസൻസിങ്. കമ്പൽസറി ലൈസൻസിങ് അതായത് നിർബന്ധമായിട്ടും ലൈസൻസിങ് എടുക്കേണ്ട ഇൻഡസ്ട്രീസിൻ്റെ എണ്ണം 6 ആയിട്ട് റെഡ്യൂസ് ചെയ്തു. നമുക്കറിയാം, നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്. ആദ്യം 21 ആയിരുന്നു, പിന്നെ അത് 18 ആയി, പിന്നെ അത് 6 ആയിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കമ്പൽസറി ലൈസൻസിങ് റിക്വയർ ആയിട്ടുള്ള ഇൻഡസ്ട്രീസിൻ്റെ എണ്ണം 6 ആയിട്ട് റെഡ്യൂസ് ചെയ്തു. ഇനി അടുത്തത് ഡീ-റിസർവ്ഡ് മെയിൻ ഇൻഡസ്ട്രീസ് വിച്ച് വർ ഏർലിയർ റിസർവ്ഡ് ഫോർ ദ പബ്ലിക് സെക്ടർ. നമ്മൾ പറഞ്ഞു ആദ്യം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് പബ്ലിക് സെക്ടറിനായിരുന്നു. അപ്പോൾ ഈ പബ്ലിക് സെക്ടറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് പിന്നീട് റെഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അതായത് ഡീ-റിസർവ്ഡ് എന്ന് പറഞ്ഞാൽ
പബ്ലിക് സെക്ടറിന് നേരത്തെ റിസർവേഷൻ ഉണ്ടായിരുന്ന ആ ഒരു ഇൻഡസ്ട്രീസിന്റെ എണ്ണം കുറച്ച് അതിൽ പ്രൈവറ്റ് സെക്ടറിന് കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. അതാണ് ഡി റിസർവ്ഡ് മെയിൻ ഇൻഡസ്ട്രീസ് വിച്ച് വർ ഏർലിയർ റിസർവ്ഡ് ഫോർ ദി പബ്ലിക് സെക്ടർ. അടുത്തത് carried out disinvestment process in case of many public sector companies. അതായത് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വിഡ്രോവൽ ഓഫ് ദി ഷെയർ എന്നാണ്. അതായത് ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തതിൽ നിന്നും ഷെയർസ് വിഡ്രോ ചെയ്യുന്നതിനാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയും. അപ്പോൾ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ആദ്യം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഷെയർ വിഡ്രോ ചെയ്യിക്കുക, അതാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. എന്നിട്ട് അതിന് മെയിൻ ആ ഒരു എയിം എന്ന് പറയുന്നത് പ്രൈവറ്റ് സെക്ടറിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി അടുത്തത് ലിബറലൈസ്ഡ് ഫോറിൻ ക്യാപിറ്റൽ പോളിസി. അതായത് വിദേശത്ത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഫോറിൻ ക്യാപിറ്റൽ പോളിസി ലിബറലൈസ് ചെയ്തു. ദാറ്റ് ഈസ് 100% ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ മെനി സെഗ്മെന്റ്സ്. അതായത് ഇവിടെയുള്ള ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിന് എന്ത് ചെയ്യാം, ഫോറിൻ ഇൻഡസ്ട്രീസിൽ അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ന്യൂ വെഞ്ചർ തുടങ്ങാനൊക്കെയുള്ള ആ ഒരു റൂൾസ് ആൻഡ് റെസ്ട്രിക്ഷൻസിൽ റെഗുലേഷൻ ലിബറലൈസ് ചെയ്തു എന്നുള്ളതാണ് ലിബറലൈസ്ഡ് ഫോറിൻ ക്യാപിറ്റൽ പോളിസി എന്ന് പറയുന്നത്. ഇനി ഗ്രാൻഡഡ് പെർമിഷൻ ഫോർ ടെക്നോളജി എഗ്രിമെന്റ് വിത്ത് ഫോറിൻ കമ്പനീസ്. നേരത്തെ പറഞ്ഞതുപോലെ ഫോറിൻ കമ്പനീസുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ജോയിൻ ചെയ്ത് ബിസിനസ് നടത്താനുള്ള അവർക്ക് ഒരു പെർമിഷൻ കൊടുത്തു. പിന്നെ സെറ്റിംഗ് അപ്പ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ബോർഡ് FIPB എന്ന് പറയുന്ന പുതിയൊരു ബോർഡ് സെറ്റപ്പ് ചെയ്തു. എന്തിനാ? ടു പ്രൊമോട്ട് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് കുറച്ചുകൂടി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് FIPB എന്നുള്ള ആ ഒരു ബോർഡ് സെറ്റപ്പ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഫീച്ചേഴ്സ് ഓഫ് ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി 1991 എന്ന് പറയുന്നത്. ഫസ്റ്റ് എന്താണ്? കമ്പൽസറി ലൈസൻസിങ് ആവശ്യമായിട്ടുള്ള ഇൻഡസ്ട്രീസിന്റെ എണ്ണം 6 ആക്കി റെഡ്യൂസ് ചെയ്തു. പിന്നെ ഡി റിസർവ് മെനി കമ്പനീസ് വിച്ച് റിക്വയേഴ്സ്, അതായത് വിച്ച് വാസ് ഗിവൺ മോർ ഇമ്പോർട്ടൻസ് ഇൻ പ്രൈവറ്റ് സെക്ടർ ആൻഡ് ലെസ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. പിന്നെ അത് കഴിഞ്ഞ് പറയുന്നത് ലിബറലൈസ്ഡ് ഫോറിൻ ക്യാപിറ്റൽ പോളിസി, അതുപോലെ ഗ്രാൻഡഡ് പെർമിഷൻ ഫോർ ടെക്നോളജി എഗ്രിമെന്റ് ആൻഡ് ലാസ്റ്റ് വൺ FIPB എന്നുള്ള ഒരു ബോർഡ് സെറ്റപ്പ് ചെയ്തു. ഇനി ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി 1991 ഭാഗമായിട്ട് വന്ന മേജർ പ്രോഗ്രാംസ് ഏതൊക്കെയാണ് എന്നുള്ളത്. വിച്ച് ആർ ദി മേജർ പ്രോഗ്രാംസ് വിച്ച് അറൈസ് ആസ് എ റിസൾട്ട് ഓഫ് ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി 1991. അപ്പൊ അതിലുള്ള മെയിൻ ആണ് ഫസ്റ്റ് പറയുകയാണെങ്കിൽ LPG. അതായത് മെയിൻ പ്രോഗ്രാംസിൽ പറയുന്നതാണ് LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. നമ്മൾ ഓൾറെഡി +1 പഠിച്ചിട്ടുള്ളതാണെങ്കിലും ഇപ്പോൾ ഒന്നുകൂടി വൈഡായിട്ട് പഠിക്കാം. അപ്പൊ ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഉദാരവൽക്കരണം എന്ന് പറയും. എന്നാൽ ലിബറേറ്റിംഗ് ദ ഇക്കോണമി ഫ്രം ദ റെഗുലേഷൻസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് ഓൺ എക്കണോമിക് ഗ്രോത്ത്. എക്കണോമിക് ഗ്രോത്തിൽ അതായത് ആ ഒരു രാജ്യത്തുള്ള കൂടുതൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നുകൂടി ലിബറേറ്റ് ചെയ്യുക. അതായത് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഒഴിവാക്കുക, അല്ലെങ്കിൽ അതിൽ കുറച്ചുകൂടി ഒരു നമ്മളെന്താ പറയുക, കുറച്ചുകൂടി മിനിമൈസ് ചെയ്യുക എന്ന് പറയില്ലേ, അതാണ് ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. The old policy of licenses, permits, quotas and controls discourage private sector. അതായത് അതിനു മുന്നേ പ്രൈവറ്റ് സെക്ടർ എന്റർപ്രൈസസിന് ബിസിനസ് തുടങ്ങാനും ഇൻവെസ്റ്റ് ചെയ്യാനും ബിസിനസ് കണ്ടക്ട് ചെയ്യാനും ഒക്കെ ഒരുപാട് റൂൾസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ഈ റെസ്ട്രിക്ഷൻസ് ഒക്കെ റെഗുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യുക, ലിബറേറ്റ് ചെയ്യുന്നതാണ് ഏത്? ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. Import licensing, foreign exchange regulation, progressive taxes, price controls etc. discouraged investments. അപ്പോൾ പ്രൈവറ്റ് സെക്ടർ എന്റർപ്രൈസസിന് ഇങ്ങനെയുള്ള പ്രോബ്ലംസുകളൊക്കെ ഉണ്ടായിരുന്നു. ഇമ്പോർട്ട് ലൈസൻസിങ്ങിന്റെ ബുദ്ധിമുട്ടും ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻസും പ്രോഗ്രസീവ് ടാക്സസ്, കമ്പാരിറ്റീവ്ലി ടാക്സ് റേറ്റ് കുറവായിരുന്നു, അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള റൂൾസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് ഒക്കെ അതെന്ത് ചെയ്തു? ലിബറലൈസ് ചെയ്തു. അതായത് ആക്ട്സ് ലൈക്ക് MRTP ആക്ട്, മോണോപോളി റെസ്ട്രിക്റ്റഡ് ട്രേഡ് പ്രാക്ടീസ് ആക്ട്, പ്രിവെന്റഡ് ലാർജ് ബിസിനസ് enterprises from fresh investment expansion and modernization. അപ്പോൾ ഇങ്ങനെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ നിന്നൊക്കെ എന്ത് ചെയ്തു? പ്രൈവറ്റ് സെക്ടർ എന്റർപ്രൈസസിന് അതിൽ നിന്നും അവരെ മിനിമൈസ് ചെയ്തു. All these policies adversely affected industrialization and economic growth. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം, ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് പ്രൈവറ്റൈസേഷൻ, സ്വകാര്യവൽക്കരണം എന്ന് പറയും. പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ giving more importance to private sector enterprises and reducing the role of public sector enterprises. Privatization is a trend all over the world now. In India, the priority is given to the public sector, gradually being reduced and the role of private sector is being encouraged. അതായത് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഇതാ? Giving more importance to private sector and reducing the role of public sector. ഇനി എന്തൊക്കെയാണ് പ്രൈവറ്റൈസേഷന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? രണ്ട് ഫീച്ചേഴ്സ് ആണ് മെയിൻ ആയിട്ട്, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഡി റിസർവേഷൻ.
ഈ രണ്ട് ടേംസ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വിഡ്രോയിങ് ദ ഷെയർസ് ഓഫ് പബ്ലിക് സെക്ടർ ആൻഡ് പ്രൊവൈഡിങ് ദാറ്റ് ഷെയർസ് ടു പ്രൈവറ്റ് സെക്ടർ. ഡി റിസർവേഷൻ എന്ന് പറഞ്ഞാൽ that is cancelling the reservation of the public sector enterprises which they have already been invested. അതായത് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് നേരത്തെ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന ആ ഒരു ഇൻഡസ്ട്രീസ് എന്ത് ചെയ്യാണ്, ക്യാൻസൽ ചെയ്യുക. അതാണ് ഡി റിസർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പാസിംഗ് ഓഫ് ഓണർഷിപ്പ്, കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഓഫ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് ടു ദ പ്രൈവറ്റ് സെക്ടർ. പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിന്റെ ആ ഒരു ഓണർഷിപ്പും കൺട്രോളും മാനേജ്മെന്റും ഒക്കെ ആർക്ക് കൊടുക്കുക? പ്രൈവറ്റ് സെക്ടർ എന്റർപ്രൈസസിന് കൊടുക്കുന്നതിനെയാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാം. ഡി റിസർവേഷൻ എന്ന് പറഞ്ഞാൽ ദിസ് അലൗസ് ദ പ്രൈവറ്റ് സെക്ടർ ടു എൻ്റർ ഇൻ ടു ന്യൂ ഏരിയാസ്. നേരത്തെ പറഞ്ഞു എന്താ, പബ്ലിക് സെക്ടർ ഓൾറെഡി റിസർവ് ചെയ്തിരുന്ന ഇൻഡസ്ട്രീസിന്റെ എണ്ണം കുറച്ചുകൊണ്ട് ആ സീറ്റ് ആർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് സെക്ടറിന് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുക. അതാണ് ഡി റിസർവേഷൻ. The government is withdrawing from many economic activities like running business and is concentrating more on areas like primary and secondary education, provision of basic health care, development of infrastructure etc. നമുക്കറിയാം, ഇപ്പോൾ മുന്നേ ഗവൺമെന്റ് മാത്രം ഒരു കൈയടക്കി വെച്ചിരുന്ന കുറച്ച് ഇൻഡസ്ട്രീസ് ആയിരുന്നു. ഇപ്പോൾ ഹോസ്പിറ്റൽസ് ആണെങ്കിലും സ്കൂൾസ് ആണെങ്കിലും ഒക്കെ. പിന്നീട് അത് എന്തായി മാറി? പ്രൈവറ്റ് ഏജൻസി അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനും അതിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ള ഒരു റൂള് വന്നത് എന്തുകൊണ്ടാണ്? ഈ പറഞ്ഞ LPG എന്ന് പറയുന്ന ഒരു അതിന്റെ ഇമ്പാക്ട് കൊണ്ടാണ്. അടുത്തത് ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആഗോളവൽക്കരണം എന്ന് പറയും. ഗ്ലോബലൈസേഷൻ മീൻസ് ഫ്രീ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ്, ക്യാപിറ്റൽ ആൻഡ് ലേബർ അക്രോസ് ദി ഗ്ലോബ്. അതായത് വേൾഡ് വൈഡ് എന്ത് ചെയ്യാണ്? ഫ്രീ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു വിദേശ രാജ്യത്ത് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് നമ്മുടെ രാജ്യത്ത് കൂടി അവൈലബിൾ ആക്കുന്ന തരത്തിൽ ഫ്രീ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ഗ്ലോബലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. This involves reduction of import duties and encouragement of foreign investment. കൂടുതൽ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് എൻകറേജ് ചെയ്തുകൊണ്ടും അതുപോലെ ഇമ്പോർട്ട് ഡ്യൂട്ടീസുകളെല്ലാം റെഡ്യൂസ് ചെയ്തുകൊണ്ടും എന്ത് ചെയ്യാണ്? ഗ്ലോബലൈസേഷൻ എൻഷുർ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എന്ത് മേജർ പ്രോഗ്രാംസ് അറൈസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി 1991. LPG അതിന്റെ ഫീച്ചേഴ്സ് നമ്മൾ നോക്കി. ഇനി അടുത്ത ടോപ്പിക്കാണ് ഡിമോണിറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഡിമോണിറ്റൈസേഷൻ എന്നുള്ളത് നമുക്കറിയാം, November 8, 2016 നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു 500-ന്റെയും 1000 rupees-ന്റെയും നോട്ട്സ് എന്ത് ചെയ്തു? ഡിമോണിറ്റൈസ് ചെയ്തിരുന്നു. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എന്തെല്ലാമാണ് അതിന്റെ ഫീച്ചേഴ്സ് എന്നുള്ളതാണ് ഡിമോണിറ്റൈസേഷൻ എന്നുള്ള ടോപ്പിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. That is, the government of India made an announcement on November 8, 2016 that the two largest denomination notes 500 and 1000 were demonetized. അതായത് അതിന്റെ വാല്യൂ ഇല്ലാണ്ടാക്കി, മൂല്യം ഇല്ലാണ്ടാക്കിയിരുന്നു, ഇല്ലേ? This led to 86% of the Indian currency in circulation invalid. The people had to deposit invalid currency in the banks along with certain restrictions on withdrawals. അതായത് നിങ്ങൾക്ക് അറിയാം എന്താണ്, ആ ഒരു കറൻസി റദ്ദാക്കിയപ്പോൾ അല്ലെങ്കിൽ അതിന്റെ മൂല്യം ഇല്ലാതാക്കിയപ്പോൾ എന്ത് ചെയ്തു? നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഓൾഡ് കറൻസീസ് ഒക്കെ നമുക്ക് ബാങ്കിൽ കൊടുത്ത് അതെന്ത് ചെയ്യണം? അതിന് പകരം ന്യൂ കറൻസി കിട്ടിയിരുന്നു. അപ്പൊ അങ്ങനെ ഇന്ത്യൻ കറൻസിയുടെ 86%-ഉം ആ ഒരു സർക്കുലേഷൻ ഇൻവാലിഡ് ആക്കിക്കൊണ്ട് എന്ത് ചെയ്തു? സർട്ടൻ റെസ്ട്രിക്ഷൻസ്, വിഡ്രോവലിനും എല്ലാം കുറച്ചു കാലത്തേക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു, അല്ലേ? അപ്പോൾ the aim of demonetization was to curb corruption, fake notes, use of currency for illegal activities like terrorism, accumulation of black money generated by income that has not been declared to the tax authorities. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഡിമോണിറ്റൈസേഷൻ ചെയ്തത്? ഒന്ന്, ടു കർബ് കറപ്ഷൻ, അതായത് കറപ്ഷൻ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്തത് ഫേക്ക് നോട്ട്സ്, അതായത് നമുക്ക് എന്ത് ചെയ്യാം? കള്ളപ്പണം അല്ലെങ്കിൽ കള്ളനോട്ട് ഒഴുകുന്നതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. യൂസ് ഓഫ് കറൻസി ഫോർ ഇല്ലീഗൽ ആക്ടിവിറ്റീസ്, അതായത് ടെററിസം, ബ്ലാക്ക് മണി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ, അങ്ങനെയുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒക്കെ തടയാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഡിമോണിറ്റൈസേഷൻ എന്ന് ചെയ്തത്. പിന്നെ എയിംസ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ഡിമോണിറ്റൈസേഷൻ. എന്തൊക്കെയാണ് ഡിമോണിറ്റൈസേഷന്റെ ഫീച്ചേഴ്സ് എന്നുള്ളത്? ഇത് നമുക്ക് ന്യൂലി ആഡഡ് ടോപ്പിക്കാണ്. അതായത് കുറച്ച് മുന്നേ വരെ ഈ ഒരു ടോപ്പിക് ഇല്ലായിരുന്നു, ഇപ്പോൾ ന്യൂലി ആഡഡ് ആണ്. ഓക്കെ, അപ്പോൾ എയിംസ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ഡിമോണിറ്റൈസേഷൻ നോക്കാം. ഫസ്റ്റ്, എ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ ടൂൾ. ഡിമോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് എന്താ? ഒരു ടാക്സ് അഡ്മിനിസ്ട്രേഷൻ ടൂളാണ്.
The people who had black money had to declare their unaccounted wealth and pay taxes at a penalty rate. അപ്പം കള്ളപ്പണം സൂക്ഷിച്ചിരിക്കുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? ഒരു പെനാൽറ്റി റേറ്റിൽ, അതായത് ഇവരിത് ബാങ്കിൽ സമർപ്പിക്കുകയാണെങ്കിൽ അതിനെന്ത് ചെയ്യേണ്ടി വരും? ഒരു പെനാൽറ്റി റേറ്റിൽ അവരിൽ നിന്നും അത് ഈടാക്കും. അപ്പൊ അങ്ങനെയുള്ളവർ ചെയ്യില്ല. ബ്ലാക്ക് മണി പൂഴ്ത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും ചെയ്യില്ല. അപ്പൊ അങ്ങനെ അൺഅക്കൗണ്ടഡ് വെൽത്ത്, അതായത് കണക്കിൽപ്പെടാത്ത സ്വത്തുണ്ടെങ്കിൽ അതിന് പെനാൽറ്റി റേറ്റ് അല്ലെങ്കിൽ ടാക്സോ അല്ലെങ്കിൽ അതിന് എന്ത് ചെയ്യേണ്ടി വരും? ഫൈന് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെ ഒരു ടാക്സ് അഡ്മിനിസ്ട്രേഷൻ ടൂളായിട്ട് ഡിമോണിറ്റൈസേഷൻ വർക്ക് ചെയ്യുന്നു. അടുത്തത് ടു സ്റ്റോപ്പ് ടാക്സ് ഇവേഷൻ. That is, the government implemented this policy to control tax evasion. അതായത് നികുതി ഒന്നും അടക്കാതെ നികുതി വെട്ടിപ്പ് തടയുന്ന തരത്തിൽ എന്ത് ചെയ്തു? ഡിമോണിറ്റൈസേഷൻ ആക്ട് ചെയ്തു. പിന്നെ to channelize the savings. It was implemented to channelize the savings into formal financial system by encouraging bank deposits. അപ്പോൾ ആൾക്കാരുടെ കയ്യിൽ സ്വരൂപിച്ച് വെച്ചിരിക്കുന്ന ഒരു എമൗണ്ട് എന്ത് ചെയ്യണം? ഒരു സേവിങ്സ് ഹാബിറ്റിലേക്ക് അവരെ മാറ്റുക എന്ന തരത്തിൽ ബാങ്ക് ഡെപ്പോസിറ്റ് ആക്കി മാറ്റാൻ സാധിച്ചു. പിന്നെ cashless economy, അതായത് ഗവൺമെന്റ് announced demonetization with the aim of creating a digital economy with the support of formal financial system or banks. That is internet banking, e-wallets, POS അങ്ങനെയുള്ളത്. അതായത് നമ്മൾ ക്യാഷ് കൊടുത്ത് റെഡി ക്യാഷ് കൊടുത്തത് ട്രാൻസ്ഫർ ചെയ്യാതെ ഒരു ക്യാഷ്ലെസ് ഇക്കോണമി ആക്കി മാറ്റാൻ സാധിച്ചു. ഇനി നോക്കുക ഇമ്പാക്ട് ഓഫ് ഡിമോണിറ്റൈസേഷൻ. മണി ഓർ ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് ഇവിടെ എന്ത് ചെയ്യാണ്? ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റിൽ മാറ്റം വന്നു. ക്യാഷ് ട്രാൻസാക്ഷൻ ഡിക്ലൈൻ ചെയ്തു, ബാങ്ക് ഡെപ്പോസിറ്റ് ഇൻക്രീസ് ചെയ്തു, ഫിനാൻഷ്യൽ സേവിങ്സ് ഇൻക്രീസ് ചെയ്തു. അപ്പൊ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വന്നു. ഓരോ ഫാക്ടേഴ്സും ആ ഫാക്ടേഴ്സ് എങ്ങനെയൊക്കെ ഇവിടെ മാറ്റം വന്നു എന്നുള്ളതാണ്. അടുത്തത് പ്രൈവറ്റ് വെൽത്ത്. പ്രൈവറ്റ് വെൽത്ത് അതായത് ജനങ്ങളുടെ കയ്യിൽ കുമിഞ്ഞുകൂടിയിരിക്കുന്ന ആ ഒരു വെൽത്ത് എന്ത് ചെയ്തു? ഇറ്റ് ഡിക്ലൈൻഡ് സിൻസ് സം ഹൈ ഡിമോണിറ്റൈസ്ഡ് നോട്ട്സ് വർ നോട്ട് റിട്ടേൺഡ് ആൻഡ് റിയൽ എസ്റ്റേറ്റ് പ്രൈസസ് ഫെൽ. അപ്പോൾ ഇങ്ങനെ ഒരു പൂഴ്ത്തി വെച്ചിരിക്കുന്ന പണം ഒന്നും ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും എന്ത് ചെയ്തു? റിയൽ എസ്റ്റേറ്റ് പ്രൈസസും ഫെൽ ചെയ്യേണ്ടത്. അടുത്തത് പബ്ലിക് സെക്ടർ വെൽത്ത്. പബ്ലിക് സെക്ടറിൽ പ്രത്യേകിച്ച് ഇഫക്റ്റ് ഒന്നും ഉണ്ടായില്ല. ഡിജിറ്റൈസേഷൻ നമ്മൾ പറഞ്ഞ ക്യാഷ്ലെസ് ഇക്കോണമി ആക്കി മാറ്റി. അതായത് ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് among ന്യൂ യൂസേഴ്സ് ഇൻക്രീസ്. ഇനി റിയൽ എസ്റ്റേറ്റ് നേരത്തെ പറഞ്ഞു പ്രൈസസ് ഒക്കെ ഡിക്ലൈൻ ചെയ്തിരുന്നു. ടാക്സ് കളക്ഷൻ, ദാറ്റ് ഈസ് റൈസ് ഇൻ ഇൻകം ടാക്സ് കളക്ഷൻ ബിക്കോസ് ഓഫ് ഇൻക്രീസ്ഡ് ഡിസ്ക്ലോഷർ. അപ്പോൾ ഇവിടെ ഇൻകം ടാക്സ് കളക്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യുകയും ചെയ്തു. ബിക്കോസ് ഓഫ് ആ ഒരു നേരത്തെ പറഞ്ഞതുപോലെയുള്ള ബ്ലാക്ക് മണി കാര്യങ്ങളൊക്കെ ഡിസ്ക്ലോസ് ചെയ്യേണ്ടതായിട്ട് വന്നതുകൊണ്ട് തന്നെ ടാക്സ് റേറ്റിന്റെ ആ ഒരു കളക്ഷനിലും ഇൻക്രീസ് വന്നു. ഇനി അടുത്തത് ഇമ്പാക്ട് ഓഫ് ചേഞ്ചസ് ഇൻ ഗവൺമെന്റ് പോളിസി ഓഫ് ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി. അപ്പൊ ഈ പറഞ്ഞ പോളിസി ഗവൺമെന്റ് പോളിസിയിലും അതുപോലെ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രിയിലും വന്ന് ഇങ്ങനെയുള്ള ചേഞ്ചസ് വന്നതുകൊണ്ട് എന്തെല്ലാം ഇമ്പാക്ട് അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്റ്റ് അല്ലെങ്കിൽ റിസൾട്ട് ആണ് വന്നത് എന്ന്. അപ്പൊ അതിൽ ഫസ്റ്റ് ദ പോളിസി ഓഫ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ ഓഫ് ദി ഗവൺമെന്റ് has made a significant impact on the working of enterprises in business and industry. ഇപ്പൊ എന്തെല്ലാം ചേഞ്ചസ് വന്നു എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഇൻക്രീസിംഗ് കോമ്പറ്റീഷൻ. ഇൻക്രീസിംഗ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ലിബറൽ ലൈസൻസിങ് ആൻഡ് എൻട്രി ടു ഫോറിൻ ഫേംസ് മെയ്ഡ് കോമ്പറ്റീഷൻ ഫോർ ഇന്ത്യൻ ഇൻഡസ്ട്രീസ്. ഇന്ത്യൻ ഇൻഡസ്ട്രീസിനെ എന്ത് ചെയ്തു? ഇങ്ങനെയുള്ള കൂടുതലായിട്ടുള്ള സംരംഭങ്ങൾ വരാൻ തുടങ്ങിയപ്പോൾ കോമ്പറ്റീഷൻ ലെവൽ ഇൻക്രീസ് ചെയ്തു. ഇനി അടുത്തത് മോർ ഡിമാൻഡിങ് കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് എന്ത് ചെയ്തു? ഗ്ലോബലൈസ്ഡ് പ്രോഡക്ട്സ്, വിദേശ രാജ്യത്ത് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് കിട്ടാൻ തുടങ്ങിയപ്പോൾ കൂടുതൽ ഡിമാൻഡുകൾ കൂടി. Customers have got a wider choice and they are well informed, hence they become more demanding and go for better quality. അടുത്തത് റാപ്പിഡ്ലി ചേഞ്ചിങ് ടെക്നോളജിക്കൽ എൻവയോൺമെന്റ്. കൂടുതലായിട്ട് ടെക്നോളജീസ് ഇംപ്രൂവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ, ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവിടെ എന്ത് ചെയ്തു? ഇറ്റ് ഇംപ്രൂവ് ദ മെഷീനറി ആൻഡ് ബെറ്റർ ക്വാളിറ്റി പ്രോഡക്ട്സ്. ബെറ്റർ ക്വാളിറ്റി പ്രോഡക്ട്സ് ഒക്കെ കൺസ്യൂമേഴ്സിന് ലഭിക്കാൻ തുടങ്ങി. സ്മോളർ ഫേംസ് ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു കോപ്പ് അപ്പ് വിത്ത് ദിസ് റാപ്പിഡ് ചേഞ്ചസ് ഇൻ ടെക്നോളജി. അപ്പോൾ അവിടെ സഫർ ചെയ്തിരുന്നത് സ്മോൾ ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് ആയിരുന്നു. കാരണം ബിക്കോസ് ഓഫ് ദി ന്യൂ ചേഞ്ചിങ് ടെക്നോളജി. അടുത്തത് നെസസിറ്റി ഫോർ ചേഞ്ച്. Because of the economic reforms in 1991 and introduction of LPG, market forces become turbulent, which necessitated firms to change or modify their operations continuously. അപ്പോൾ നെസസിറ്റി ഫോർ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടും ചേഞ്ച് ചെയ്യേണ്ട ആ ഒരു അവസ്ഥ വന്നു. അതായത് ഇവിടെ ടെക്നോളജി മാറി ഗ്ലോബലൈസ്ഡ് പ്രോഡക്ട്സ് കിട്ടാൻ തുടങ്ങിയപ്പോൾ ചെറിയ ചില സംരംഭങ്ങൾക്ക് കൂടി ആ ഒരു ചേഞ്ചിനുള്ള നെസസിറ്റി വേണ്ടി വന്നു, അതായത് മാറേണ്ടി വന്നു എന്നുള്ളത്. നീഡ് ഫോർ ഡെവലപ്പിംഗ് ഹ്യൂമൻ റിസോഴ്സ്. അതുപോലെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് എംപ്ലോയീസ്. ആ എംപ്ലോയീസിനെ കൂടി ആ ഒരു ചേഞ്ചിനനുസരിച്ച് മാറ്റേണ്ടതായിട്ട് വന്നു. അതായത് അവർക്ക് ട്രെയിനിങ് കൊടുക്കാനും അങ്ങനെയുള്ള ക്വാളിറ്റീസ് അവരിലേക്ക് എത്തിക്കാനും വേണ്ട ആ ഒരു നെസസിറ്റി വന്നു.
ഇനി അടുത്തത് മാർക്കറ്റ് ഓറിയന്റേഷൻ. മാർക്കറ്റ് ഓറിയന്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മുന്നേ എന്ന് പറഞ്ഞാൽ എന്താണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് കൺസ്യൂമറിലേക്ക് എത്തിക്കും. പക്ഷേ ഇപ്പം എങ്ങനെയാണ്, കൺസ്യൂമേഴ്സിന്റെ നീഡ്സിനനുസരിച്ച് ബിസിനസ് എന്ത് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. That is earlier production first and then go to market was the strategy. But in this fast changing business world, we should study about the market and then produce the goods accordingly. Last, loss of budgetary support to the public sector. Public sector എന്തായി, നിർബന്ധമായിട്ടും എഫിഷ്യൻ്റ് ആവണം എന്നുള്ള ഒരു ചേഞ്ച് വന്നു. ആദ്യം എന്താണ്, അവർക്ക് മാത്രം റിസർവ് ചെയ്ത് നിന്നത് കൊണ്ട് കുറച്ച് ഇൻഎഫിഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ പിന്നീട് പബ്ലിക് സെക്ടറിനും അതിനനുസരിച്ച് മാറേണ്ടതായിട്ട് വന്നു. Fund allotment from the government revenue has declined over the years. Okay, so these are the major programs which was arised as a result of new industrial policy 1991, and we have discussed about demonetization and the impact of these programs in the business and industry. Hope you understood today's class. If you have any doubt, you can contact me. See you with the next chapter in the next class. Thank you.